ത്തിലേക്ക് നീങ്ങാനാണ് സമരസമിതിയുടെ തീരുമാനം. കേരള വിഷൻ ന്യൂസ്, തൃശൂർ. കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന ധ്യായി അഖർ പദ്ധതിയുടെ ഭാഗമായി തപാൽ വകുപ്പിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ ഇടുക്കി മൂന്നാർ നല്ലതണ്ണി ലിറ്റിൽ ഫ്ലവർ സ്കൂളിലെത്തി. പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാനത്ത് നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ഏക സ്കൂളാണ് നല്ലതണ്ണി ലിറ്റിൽ ഫ്ലവർ. യുവതലമുറയിലെ കുട്ടികളെ കത്തെഴുത്തിലേക്ക് മടക്കുക, സ്റ്റാമ്പ് ശേഖരണം വളർത്തുക തുടങ്ങിയതാണ് പദ്ധതിയുടെ ലക്ഷ്യം. തപാൽ വകുപ്പിന്റെ ബാംഗ്ലൂർ സോണിൽ നിന്നുള്ള 17-അംഗ ടീമാണ് സ്കൂളിലെത്തിയത്. തിരഞ്ഞെടുക്കപ്പെട്ട 50 കുട്ടികൾക്ക് കത്തെഴുത്ത് മത്സരം, മുഴുവൻ കുട്ടികൾക്കും സാമൂഹ്യ മാധ്യമങ്ങൾക്കും പകരം കത്തുകളും പോസ്റ്റ് കാർഡുകളും ഉപയോഗിക്കുന്നതിന്റെ ഗുണഫലങ്ങൾ സംബന്ധിച്ചുള്ള ബോധവൽക്കരണ ക്ലാസുകൾ എന്നിവ സംഘടിപ്പിച്ചു. ഡയറക്ടർ ഓഫ് പോസ്റ്റൽ സർവീസ് ദിൽഷ പന്നുഹണിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് സ്കൂളിലെത്തിയത്. We are planning to cover 2,000 kilometers on bike, and the mission that we have here now is that we are meeting a lot of students, a lot of people on the way, and we are trying to encourage this young generation to spend some time with letters, writing postcards also, because it is a very creative activity. When you hold a pen and pen down your thoughts on a piece of paper, you are putting some effort into that. You are spending some time in translating your thoughts and putting it on a piece of paper. It certainly reaches the recipient in a very positive way. ബംഗളൂരിൽ നിന്നും ബുള്ളറ്റിൽ യാത്ര ചെയ്ത സംഘം പുതുച്ചേരി, രാമേശ്വരം, കന്യാകുമാരി, മൂന്നാർ, മൈസൂർ എന്നിവിടങ്ങളിലുള്ള തിരഞ്ഞെടുക്കപ്പെട്ട സ്കൂളുകളിലാണ് പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. വ്യത്യസ്ത ഭാഷകളിലുള്ള വിദ്യാർത്ഥികൾ പഠിക്കുന്നിടമെന്ന നിലയിലാണ് മൂന്നാർ ലിറ്റിൽ ഫ്ലവർ സ്കൂൾ തിരഞ്ഞെടുക്കപ്പെട്ടത്. പ്രധാന അധ്യാപിക സിസ്റ്റർ ജയന്തി സേവ്യറിന്റെ നേതൃത്വത്തിലുള്ള അധ്യാപകർ സംഘത്തെ സ്വീകരിച്ചു. ചടങ്ങിൽ മൂന്നാർ പോസ്റ്റ് ഓഫീസ് ഉദ്യോഗസ്ഥരും സന്നിഹിതരായിരുന്നു. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി. ഇനി സ്വർണ്ണ വെള്ളി നിരക്കുകൾ നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്